ഞാൻ ഇന്നിവിടെ എന്തോ ഗ്രൈൻഡറും പിടിച്ചോണ്ട് നിൽക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവാ. ഞാൻ പറയാം. ആദ്യം നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇതിനകത്ത് ഇടാം. എടുത്തപ്പം കുറച്ച് പൊടിഞ്ഞു പോയെന്ന് മാത്രമേ കുഴപ്പമുള്ളൂ. പിന്നെ ഇനി പാലും പഞ്ചസാരയോടെ ചേർത്താം. ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 2 4 ടേബിൾ സ്പൂൺ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുട്ടയോടെ ആഡ് ചെയ്യാം. അപ്പോൾ മുട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചിട്ട് വന്നാലോ? അടിച്ചിട്ട് വരാൻ പോകണം. പിന്നെ അടി കുറച്ച് തണുത്തിരിക്കുന്നതിന് ഞാൻ തണുത്ത പാലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഇത് നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാനെടുത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനാണ്. പക്ഷേ ഒരു പ്രശ്നം പറ്റി, ഗ്യാസ് തീർന്നൊന്നും പോയില്ല. അതിനെന്തൊരു പ്രശ്നമുണ്ട്. അത് ഞമ്മ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കിനി പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് കുറച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീമി ടെക്സ്ചർ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഞാൻ കാണിച്ചു എന്നാൽ പറഞ്ഞുതരാം കേട്ടോ. അതിനകത്ത് പഞ്ചസാര മാത്രമല്ല കേട്ടോ, കുറച്ച് വെള്ളം മാത്രം ഒഴിക്കണം. ഇത് നമ്മളൊരു നിരപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അതിനകത്ത് എണ്ണ തേച്ചിട്ട് നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ സാധനം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഫുള്ള് ഇങ്ങനെ ആക്കി തരാം. ചാറിയിരിക്കുന്ന ആ സാധനം അവിടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കാൻ നിൽക്കൂ. നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടി ഈ സാധനം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ റിങ്ങുണ്ട്. എൻ്റെ യഥാർത്ഥ കളർ ഈ കളറല്ല കേട്ടോ. തരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇത് തനി വെള്ള കളറല്ല, വേറെ കളറാണ്. ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ചെറിയ ഒരു ലൈറ്റ് കളറാണ്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാം. അല്ലല്ലോ അമ്മ, വെള്ളം കേട്ടോ വെക്കണ്ട. അമ്മ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം. പിന്നെ ഈ സാധനം ഞാൻ തിരിച്ച് വെച്ചിക്കും. അതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ച് വെച്ചിക്കുവാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം വെക്കാത്തതുകൊണ്ട് ഞാൻ തലയിരിച്ച വെച്ചേക്കുന്നത്. തലയിരിച്ച് കാണിച്ചു തരാൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഈ സെൻറ്ററിൽ തന്നെ റിങ് വെക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ സാധനം എടുത്ത് മണ്ടയോട്ട് വയ്ക്കുന്ന ഞാൻ നമ്മുടെ ഏതെങ്കിലും ഒരു പേപ്പർ ആയാലും മതി. അതിനകത്ത് എണ്ണ വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ ഉണക്കാൻ വെക്കണം. അത് ഉണങ്ങിയതിന് ശേഷം എൻ്റെ തല മൂടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പേപ്പർ വെച്ച് മൂടണ്ട. അതിൻ്റെ അടപ്പ് തന്നെ വെച്ച് അങ്ങനെ ചെറുതായിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി. അടച്ച് മൂടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത്. 12-ന് ഒരു 11 മണിയായപ്പോൾ വെച്ചപ്പം ഒരു 6 വലിയ സ്റ്റാറിലായപ്പോൾ അധികം എടുത്തു. അരമണിക്കൂറിൽ കുഴപ്പമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കതൊന്ന് പോയി നോക്കാം. നമ്മൾ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തീരാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഈ ഒരു പാത്രത്തിൽ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുക. ഇതിനകത്ത് വീണില്ല, ഇതിനകത്തിന് വീണാൽ മതി. പൊട്ടി നോക്കിയപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വിളിച്ചിരിക്കുന്നു കേട്ടോ. നമുക്കിനി അതൊന്ന് എടുത്ത് ട്രൈ ചെയ്താലോ? എടുക്കണ്ട നീ പക്ഷേ കാണിച്ചു കൊടുക്കടേ. ഇതാണ് ഗൈസ്, അവസാനം ആയിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ. അപ്പം എല്ലാവരും കൂടെ നല്ല സൂപ്പർ പുഡിംഗ് കേട്ടോ. ടാറ്റാ ബൈ ബൈ.